കോൺവെക്സ് എന്ന് പറഞ്ഞ ഒരു ടി വിയുടെ പെൻഡ്രൈവ് എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ള വീഡിയോ ആണിത്. ഇത് കോൺവെക്സ് എന്ന് പറഞ്ഞ ടി വി ഒരു 50 ഇഞ്ച് ടി വി ആണ്. അതിൻ്റെ എല്ലാ ടി വികൾക്കും 2 പെൻഡ്രൈവിൻ്റെ സ്ലോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു പെൻഡ്രൈവ് ഓൾറെഡി ഇപ്പോൾ അത് കുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് സോഴ്സ് എടുക്കുക. സോഴ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം കാണും. അപ്പം മീഡിയ 1 ആൻഡ് മീഡിയ 2 എന്നുണ്ട്. അതിൽ മീഡിയ 1 ആദ്യം നോക്കുക. അപ്പം നമ്മൾ പെൻഡ്രൈവ് 1ലാണ് കുത്തിയിരിക്കുന്നതെങ്കിൽ അത് അവിടെ USB എന്നുള്ളത് കാണിക്കും. ഇപ്പം നമ്മൾ 1 നോക്കിക്കഴിഞ്ഞ് മീഡിയ 1 നമ്മൾ എടുക്കുകയാണ്. മീഡിയ 1 എടുത്തു കഴിയുമ്പോൾ അപ്പം നമുക്കവിടെ പെൻഡ്രൈവിൻ്റെ ഇത് വരും. അത് നമ്മൾ നോക്കാതെ അതിൻ്റെ ഇത് കണ്ടോ, വീഡിയോ ഫോട്ടോ ഇതെല്ലാം വന്നു. അപ്പോൾ നോ ഡിവൈസ് എന്ന് വന്നു, കണ്ടോ, നോ ഡിവൈസ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1ലല്ല 2ലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ വീണ്ടും സോഴ്സ് നോക്കി നമ്മൾ വീഡിയോ 2 എടുക്കുക. വീഡിയോ 2 എടുത്ത് കഴിയുമ്പോൾ ഇത് പുറത്തിറങ്ങിയിട്ട് വീഡിയോ 2 എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ പെൻഡ്രൈവ് നല്ലതാണെങ്കിൽ, പെൻഡ്രൈവ് ഹാർഡ് ഡിസ്ക് നല്ല വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വരാം. ഇത് വീഡിയോ 2 വന്നു. വീഡിയോ 2 നമ്മൾ മീഡിയ 2 എടുത്ത് കഴിയുമ്പോൾ USB 2 എന്ന് വന്നു. അപ്പോൾ പെൻഡ്രൈവ് ഓൾറെഡി അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫോട്ടോ, മ്യൂസിക്, വീഡിയോ വന്നു. വീഡിയോ സെലക്ട് ചെയ്യുന്നു. അതിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് അവിടെ കാണിച്ചു. ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ പെൻഡ്രൈവാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ പാട്ടുകൾ കണ്ടു, ഓരോ പാട്ടുകൾ വീഡിയോ ഓഡിയോ എല്ലാം കിടപ്പുണ്ട്. അതിലൊരു പാട്ട് 4K പാട്ട് നമ്മൾ സെലക്ട് ചെയ്തു. വീഡിയോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കളത്തിനകത്ത് സെലക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ചെറിയ കളത്തിൽ ഇത് തന്നെ പ്ലേ ആയിട്ട് പാടും. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പാടുന്ന ആ സാധനത്തിനെ വലുതാക്കാൻ വേണ്ടി ഇതുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പാടി അതിൻ്റെ റെസൊല്യൂഷൻ എത്രയുണ്ട്, അതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി എത്രയാണ്, 4K ആണ്, എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സൈഡിൽ വരും. അത് കഴിഞ്ഞ് നമുക്കിത് വലുതായിട്ട് കാണണമെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇതുണ്ടോ, പ്ലേ ബട്ടണെ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അത് വലിയ വീഡിയോ ആയി, അതായത് സ്ക്രീൻ ഫുള്ളായി വലിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കോൺവെക്സ് ടി വിയുടെ പെൻഡ്രൈവ് കുത്തി വീഡിയോ എടുക്കുന്നത്. ഇനി വീഡിയോ അല്ല MP3 ആണ്, ആ മ്യൂസിക് എന്നുള്ളതിനകത്ത് സെലക്ട് ചെയ്ത് MP3 എടുക്കുക. ഫോട്ടോയാണ് കാണണമെങ്കിൽ ഫോട്ടോ എടുക്കുക. പിന്നെ ടെക്സ്റ്റ് വേണേലും കാണാൻ പറ്റും, ടെക്സ്റ്റ് വേണേലും നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഗതി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പാട്ടുകൂടെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത് ആ പാട്ടും ഇടുക. അപ്പോൾ അങ്ങനെ എത്രണ്ണം സെലക്ട് ചെയ്തിരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നോളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 3-4 ഇതുണ്ട്. വേറൊരു പാട്ട് നിവിൻ പോളിയുടെ വേറൊരു പാട്ടാണ്. അത് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് അത് ഓപ്പണാക്കി കഴിയുമ്പോൾ അത് നമുക്ക് വലുതായിട്ട് കാണാം. ആ പാട്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു 10 പാട്ടൊക്കെ എടുത്തിട്ട് 10 സെലക്ട് ചെയ്തിട്ട് പ്ലേ തുടങ്ങിയാൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഡെമോ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങളൊക്കെ ഇടണമെങ്കിൽ പരസ്യമൊക്കെ ഇടാൻ ഈ ടി വി വളരെ അനുയോജ്യമായ ടി വിയാണ്. നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഇത് പാട്ട് വെക്കുന്നത്. അപ്പോൾ കോൺവെക്സ് ടി വിയുടെ 30 ഇഞ്ച്, 32 ഇഞ്ച്, 50 ഇഞ്ച്, 55 ഇഞ്ച്, 60 ഇഞ്ച് എല്ലാത്തിനും ഇതേ ഒരേപോലെയാണ്. എല്ലാത്തിനും 2 മീഡിയ ഇൻപുട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക.